പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിന്റെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോണവരുണ്ട്.
പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലായിടങ്ങളിലും നിന്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുസഭയിലെ ക്രിസ്മസിന് ഒരുക്കമായുള്ള ആഗമന കാലത്തിൽ ഇവിടെ നമ്മൾ കടന്നു പോവുകയാണ്. ചെറിയ നോമ്പ് കാലഘട്ടമാണിത്. ചെറിയ നോമ്പ് കാലഘട്ടം പലപ്പോഴും അത് വലിയ നോൻപ് കാലഘട്ടമായാലും നോൻപ് എപ്പോഴും വരണത് പ്രായശ്ചിത്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രായശ്ചിത്തം എപ്പോഴും പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പശ്ചാത്താപം എപ്പോഴും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, പൂർവസ്ഥിതി പ്രാപിക്കാൻ. വരപ്രസാദത്തിൻ്റെ പൂർവസ്ഥിതി, ജ്ഞാനസ്ഥാനത്ത് നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനുശേഷം പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനൊപ്പം തന്നെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച വരപ്രസാദം, അതുപോലെ ജീവിത വിളിയുടെ കുദാശകളായ വിവാഹം, തിരുപ്പട്ടം, അതുപോലെ തന്നെ കോൺസെക്രേഷനായിട്ടുള്ള ദൈവവിളികൾ, അതിലൂടെ നമുക്ക് ലഭിച്ച ദൈവവരപ്രസാദം. ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് പഴയ പൂർവസ്ഥിതിയിലേക്ക് വരാൻ, ആദ്യകാല വരപ്രസാദത്തിലേക്ക്. അതുകൊണ്ട് എങ്ങനെ പശ്ചാത്തപിക്കണമെന്നുള്ള ആശയങ്ങളോടാണ് വചനം വെളിപാട് അവസാനിക്കുന്നത്. വെളിപാട് എന്താണ് അവസാനത്തിൽ പറയണത്? നീ എവിടെ നിന്ന് അധപ്പതിച്ചു എന്ന് ഓർക്കുവിൻ. അതാണ് പശ്ചാത്താപത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയണത്, അതിൻ്റെ ഘടനയിൽ ആദ്യ സെക്ഷൻ എന്ന് പറയണത്, നീ എവിടെ നിന്ന് അധപ്പതിച്ചു, എവിടെയാണ് നിൻ്റെ വരപ്രസാദം നഷ്ടപ്പെട്ടത്, അതിലേക്ക് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറയും. വെളിപാടിൻ്റെ പുസ്തകം 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അതാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആദ്യത്തെ വരപ്രസാദത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറയും. ആദ്യത്തെ പ്രവൃത്തികൾ എന്ത് തന്നെ, വരപ്രസാദം നഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് വരപ്രസാദം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ പറയും. അപ്പം അതിനെ അനുതപിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അനുതപിക്കുന്നതിന് ഉള്ള ഗ്രൗണ്ട് എന്താണ്? അവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യം. സുവിശേഷത്തെ വിശ്വസിക്കാതെ ഒരാൾ അനുതപിച്ചിട്ട് കാര്യമില്ല. അനുതാപത്തിൻ്റെ അടിസ്ഥാനം സുവിശേഷമാണ്. സുവിശേഷം ദൈവത്തിൻ്റെ മനസ്സാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷണീയമായിട്ടാണ് ഈ അനുതാപം വരേണ്ടത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആദ്യ വാക്ക് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസിന്റെ 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിക്കുന്നതിന്റെ ബേസ്മെന്റ് അടിസ്ഥാനം എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഈ അനുതാപം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? വിശ്വാസം ദൈവം എടുത്തു കളയും. പല ആൾക്കാർക്കും വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അവർക്ക് ബുദ്ധിപരമായിട്ട് ഞാൻ വിശ്വസിക്കണില്ല എന്നല്ല പറയണത്. അവർ അനുതപിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്ന് ചാടും. എന്നിട്ട് അവസാനം വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. അതാണ് ദീപപീഠമൊക്കെ തെറിപ്പിച്ച് കളയെന്ന് പറയുന്നില്ലേ? അത് ഈ വെളിപാടിൻ്റെ കൂടെ പറയണതാണ്. 2:5-6
അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. വിശ്വാസം നഷ്ടപ്പെടുന്നത് അനുതാപമില്ലാതെ മാസങ്ങൾ തുടരുമ്പോൾ ക്രമേണ വിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങും. അങ്ങനെ ക്രമേട്ട് നീ വിശ്വസിച്ചിട്ട് വലിയ അനുതാപമില്ലാത്ത ആള് വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ദൈവം അതെടുത്ത് കളയും. അനുതാപമില്ലാത്ത ആളില്ലേ, താൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ തൻ്റെ ഭാര്യയൊക്കെ വീട്ടിലാക്കിയിരിക്കുകയാണ്, മറ്റ് പെണ്ണുങ്ങളുമായിട്ട് ചുറ്റിക്കളിയൊക്കെയാണ്, എനിക്കൊരു അനുതാപവുമില്ല, നീ വിശ്വസിച്ചൊരു കാര്യമില്ല. കാരണം വിശ്വാസം ആത്മാവിൻ്റെ കൃപയുടെ നിറവിന് വേണ്ടിയാണ് വിശ്വാസത്തിന് വളർച്ച വെച്ചിരിക്കുന്നത്. അപ്പം നീ അതിന് ബോധപൂർവമായിട്ട് തടസ്സം നിൽക്കുന്ന കാരണം നിൻ്റെ ദീപപീഠം എടുത്തു മാറ്റും, വിശ്വാസം എടുത്തു മാറ്റും. ഇപ്പം ചില അണ്ണന്മാർ എനിക്കൊരു വിശ്വാസം തോന്നില്ലെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ അവൻ്റെ യുക്തിവാദം ക്യാമത്തൊന്നുമല്ല. ഹീ ഈസ് നോട്ട് എലിജിബിൾ ടു ഹോൾഡിങ് ദ ഫെയ്ത്ത്, ഹോളി ഫെയ്ത്ത്, പരിശുദ്ധ വിശ്വാസം ഹോൾഡ് ചെയ്യാൻ ഹീ ഈസ് നോട്ട് എലിജിബിൾ, അവൻ യോഗ്യനല്ലെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്, ആഗമനകാലം. അതുകൊണ്ട് എപ്പോഴും ബൈബിൾ പറയും നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം, പക്ഷേ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിനക്കിഷ്ടമുള്ള കാര്യം ചെയ്ത് വെച്ചും ഇപ്പം നീ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയി നിരങ്ങി, അല്ലെങ്കിൽ ഉരുണ്ട് കളിച്ച്, അല്ലെങ്കിൽ 100 വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തു, എന്നിട്ട് നീ പാപത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് അക്സെപ്റ്റബിൾ അല്ല. സുവിശേഷത്തെ അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്നല്ല പറയണത്. വിശ്വസിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? അനുതാപത്തിന് യോജിച്ച ഫലങ്ങളുണ്ട്. അല്ലാതെ നിനക്ക് വായി തോന്നിയ പോലെ വെള്ളാങ്കണ്ണി പോയി ചില തലമുട്ട അടിച്ച് നടന്നിട്ട് കാര്യമില്ല. അതൊക്കെ നീ ഉണ്ടാക്കിയെടുത്തതാണ്. അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ ഒന്നെന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ട്, അല്ലെങ്കിൽ വിളിക്കുന്നില്ല, ഹസ്ബൻഡ് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിള്ളേരെ അടിച്ചു മാറ്റി, എന്നിട്ട് നീ ഉപവസിച്ചാൽ ശരിയാവുക? അല്ല. അതിൻ്റെ അനുതാപത്തിൻ്റെ ഫലം, അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്ന് അധപ്പതിച്ചു? ചിലപ്പോൾ നിൻ്റെ ജോലി വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ സാമ്പത്തിക വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ സ്വാതന്ത്ര്യമാകാം, എന്തും ആയിക്കോട്ടെ. ഏത് അവസ്ഥയിൽ നിന്നാണ് നീ അധപ്പതിച്ചത്, ആ അവസ്ഥയെ റീസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയും. അല്ലാതെ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ടേച്ചും നീ ബുധനാഴ്ച ഉപവസിച്ച് അതുപോലെ ശനിയാഴ്ച ഉപവസിച്ച അനുതാപത്തിന് യോജിച്ച ഫലങ്ങളാകത്തില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനുതാപം എന്ന് പറയുമ്പോൾ അനുതാപത്തിൻ്റെ യോജിച്ച ഫലങ്ങളെന്ന് പറയുന്നത് ഏതവസ്ഥയിൽ നിന്ന് നീ അധപ്പതിച്ചു വന്നെടുക്കുകയും ആ അവസ്ഥയെ റീക്രിയേറ്റ്, ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിഷയമാണത്. അതുകൊണ്ടാണ് പറയണത് ദൈവം തരുമെന്ന് പറയും. ഇങ്ങനെ വേണമെങ്കിൽ, അനുതാപം വേണമെങ്കിൽ, ആ ഒരു സത്യസന്ധമായ മനസ്സിന് യോജിച്ച ഫലമാണെങ്കിൽ അത് തരേണ്ടത് ദൈവമാണ്. അതാണ് ഈ 11-18 നടപടി പുസ്തകം. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. നടപടി പുസ്തകം 11-18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രദാനം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനൊരു അനുതാപം വേണമെങ്കിൽ ദൈവം പ്രദാനം ചെയ്യണം. പക്ഷെ ദൈവം പ്രദാനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുക്കമുള്ള ഹൃദയം വേണം. ഈ ഒരുക്കം അതിനെച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ വചനങ്ങളോടും സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് അതിനപേക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമർപ്പണം, ഒരുക്കമുള്ള ഹൃദയം. അതും ആരാണ് തരേണ്ടത്? ദൈവമാണ് തരേണ്ടത്. ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് നാളെ ഉടമ്പടി ധ്യാനത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. നാളത്തെ ഉടമ്പടി ധ്യാനം നിങ്ങൾ മിസ് ചെയ്യരുത്. ചൊവ്വാഴ്ചത്തെ സങ്കീർത്തനം 110-32. ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ദൈവമാണ് തരേണ്ടത്. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും.
ഐ വിൽ മൂവ് ത്രൂ ദി വെർഡിക്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അതൊക്കെ ഒരു തീഷ്ണത വേണം. കൽപ്പനകൾ പാലിക്കുകയല്ല, കൽപ്പന പാലിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ തീഷ്ണതയില്ല. അത് ദൈവം തരുമ്പോഴാണ് തീഷ്ണത ഉണ്ടാകുന്നത്. ദൈവസ്നേഹം വളരുന്ന ദൈവസ്നേഹമാണ് ഇതിൻ്റെയൊക്കെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. വലിയ ദൈവസ്നേഹത്തിൻ്റെ വസന്തകാലം ഇതിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. ആഗമനകാലം നല്ലൊരു ക്രിസ്മസായി നമുക്ക് നമ്മുടെ മനസ്സൊരുക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, സ്നേഹനിറഞ്ഞവരെ, പരിശുദ്ധ കുർബാനയുടെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ അഭിഷേകത്തിൽ അരൂപിയിൽ സ്വർഗത്തിൻ്റെ അമ്മ നമ്മളുടെയും അമ്മയായി. കാനായിലെ കല്യാണ വിരുന്ന് യോഹന്നാന്റെ സുവിശേഷം 2-ന്റെ അരൂപിയിൽ പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഈ വലിയ ബോധ്യത്തിലും വിശ്വാസത്തിലും പരിശുദ്ധ അമ്മയുടെ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് നമ്മളുടെ ജീവിത നിയോഗങ്ങളെ സ്വർഗത്തിൻ്റെ കരങ്ങളിലേക്ക്, ത്രിയേക ദൈവ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു. ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്താൽ ത്രിയേക ദൈവ സാന്നിധ്യം തീർപ്പ് കൽപ്പിക്കുവാനായിട്ട്, സാന്നിധ്യം നൽകുവാനായിട്ട്, ഇടപെടുവാനായിട്ട് തിരുവുള്ളമാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി എടുത്ത സഹോദരങ്ങൾ, ഉടമ്പടി പുതുക്കി ജീവിക്കുന്ന സഹോദരങ്ങൾ, ഓരോ ദിവസവും കണ്ണീരോടുകൂടി ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളുമായിട്ട് ആരൊക്കെ ഈ കൃപയുടെ കൂടാരത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ, അവരുടെ എല്ലാവരുടെയും ജീവിത നിയോഗങ്ങളെ ആത്മാർത്ഥമായി ഈ നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ഈ നിമിഷം നമ്മളെല്ലാവരും ഈ ആലയത്തിൽ സന്നിഹിതരാണ് എന്നുള്ള കാരണം മാത്രമാണ് അവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട് സ്വർഗം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം. നമ്മൾ ഇന്ന് ഈ ആലയത്തിൽ സന്നിഹിതരാണെങ്കിൽ, ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നവർ കുടുംബത്തിലായിരുന്നുകൊണ്ട് രോഗക്കിടക്കയിലായിരുന്നുകൊണ്ട് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ എല്ലാ നിയോഗങ്ങളിലും മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ വലിയ ബോധ്യത്തിൽ, വിശ്വാസത്തിൽ, ദൈവാശ്രയത്തിൽ നമുക്ക് ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നിയോഗങ്ങൾ, ഉടമ്പടി എടുത്ത സഹോദരങ്ങൾ, ഉടമ്പടി പുതുക്കിയ സഹോദരങ്ങൾ, ഉടമ്പടിയിൽ നിങ്ങൾ എഴുതി വെച്ച എല്ലാ നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്ന മക്കളിൽ ദൈവികമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുക. കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വാർഷികം ആഘോഷിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും ത്രിയേക ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ സംഭവിക്കുവാനായിട്ട് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം ഈ ആലയത്തിലുണ്ടാകുവാനായിട്ടും ഈ ആലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവമഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കപ്പെടുവാനും കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുക.
ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും അതോടൊപ്പം തന്നെ അലക്സ് അച്ഛനെയും സിസ്റ്റർ ജോമോളെയും നമ്മുടെ എല്ലാ സന്യസ്തരെയും ശുശ്രൂഷയ്ക്ക് ക്രമീകരണം നടത്തുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവികാരുണ്യ സന്നിധിയിൽ ആരാധനയുടെ സമയത്ത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നടത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ഏതൊക്കെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവരുടെയൊക്കെ ജീവിതത്തിൽ അമ്മയുടെ മധ്യസ്ഥം ഉണ്ടാകും, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും, ഇടപെടലുണ്ടാകും. ഈ വലിയ വിശ്വാസത്തിലും ബോധ്യത്തിലും നമുക്കായിരിക്കാം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാണമേ വാഗ്ദാനമേടണമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാണമേ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുക ജീവിതം ധന്യമായി നേടും. അവൻ പറയുന്നത് ചെയ്തിടും ജീവിതം ധന്യമായി നേടും. ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. പ്രാരംഭ പ്രാർത്ഥന. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളും ദൈവത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ച് വിശുദ്ധിയിലും ദൈവഭക്തിയിലും നിലനിൽക്കുവാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മാനുഷികമായ വഴികൾ അനുസ്മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉടമ്പടി പ്രകാരമുള്ള അവിടുത്തെ പുതിയ വഴികൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരണമേ. കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം വഴി പുതിയ ജീവിത വഴികൾ ഞങ്ങളുടെ ജീവിതത്തിലും കാണിച്ചു തരുവാൻ തിരുമനസ്സാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മേ, എലിസബത്തിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളും
കൃപാസനം മാതാവിനോടുള്ള ഈ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഇപ്പോൾ നിറയപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നമുക്കൊന്നിച്ച് ഏറ്റുചൊല്ലാം. ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങേ വചനം പോലെ അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന ഉടമ്പടി വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച നാഥേ, ഈ നിമിഷം പൂർണ്ണമായി ഞങ്ങളെ അങ്ങേക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു. അബ്രഹാത്തിന് 99-ാമത്തെ വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ മുൻപാകെ വിശുദ്ധിയിൽ വ്യാപരിക്കുക എന്ന ഉടമ്പടി വചനത്തിലൂടെ വഴി നടത്തിയ ദൈവമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവിതം ദൈവ തിരുമനസ്സിന് ഉടമ്പടി ചെയ്തപ്പോൾ വചനം മാംസമായി രക്ഷകൻ പിറന്നതുപോലെ അതെ വാക്യാർത്ഥത്താലേ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന ഉടമ്പടി വചനത്താൽ വെറും വെള്ളത്തെ പുതുവീഞ്ഞാക്കി അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോ രൂപാന്തരപ്പെടുത്തിയതുപോലെ ഈശോയെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലും ദൈവരാജ്യത്തിലും അടയാളങ്ങൾ ആരംഭിക്കണം. നീ ഭൂമിക്കൊരു അനുഗ്രഹമായി എന്ന് അബ്രഹാത്തിലൂടെ വിശ്വാസികൾക്കെല്ലാം അവിടുന്ന് നൽകിയ വാഗ്ദാനമനുസരിച്ച് കണ്ണീരിന്റെ ഈ കാലത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി കാനായിലെ ആദ്യ അത്ഭുതമെന്നോണം ഞങ്ങളുടെ ജീവിതത്തിലും ദൈവിക അടയാളങ്ങൾ ആരംഭിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി വാഗ്ദാന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവെ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ലൂക്ക 5:5 പ്രാർത്ഥിക്കുന്നു. ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ ബലിയിറക്കാം. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പുറപ്പാടിന്റെ 34:10 പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ ഒരിടത്തും ഒരു ജനങ്ങൾക്കിടയിലും നടന്നിരാത്ത തരത്തിൽ അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനങ്ങൾ കർത്താവിന്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ്. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഉൽപ്പത്തിയുടെ 15:7 പ്രാർത്ഥിക്കുന്നു. ഈ നാട് നിനക്ക് അവകാശമായി തീരുവാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞവരെ, പാപമോചന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ആത്മാർത്ഥമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വിലയിരുത്താം. പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് വചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ യോഹന്നാന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യോഹന്നാന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മേ മാതാവേ,
ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ബോധ്യവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായിട്ടുള്ള ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം സ്വീകരിക്കുവാനായിട്ടുള്ള വലിയ ആഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും അങ്ങയുടേതാക്കി തീർക്കുന്നതിനും വേണ്ടിയാണല്ലോ കർത്താവെ അങ്ങ് മനുഷ്യവർഗവുമായി ഉടമ്പടി സ്ഥാപിച്ചത്. ഉടമ്പടി പ്രകാരം ഞങ്ങൾ അങ്ങയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള നിബന്ധനകളുടെ മേൽ വിശ്വസ്തത പാലിക്കുവാൻ ഞങ്ങളെ ഈ ഉടമ്പടി നൊവേന പ്രാർത്ഥന വഴി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് അങ്ങ് ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഞങ്ങൾ ഈ പ്രമാണത്തെ അവഗണിച്ചു പോയിട്ടുള്ള നിമിഷങ്ങളെ ഓർത്ത് ഈ നിമിഷം അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന ഉടമ്പടി വാഗ്ദാന പ്രകാരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അവിടുത്തെ നാമം ഞങ്ങൾ ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ളവരോട് ചെയ്ത വാഗ്ദാനങ്ങളിൽ വിശ്വസ്തതയില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന കൽപ്പന നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളോട് ഉടമ്പടി ചെയ്തുവെങ്കിലും ഞങ്ങൾക്ക് പലപ്പോഴും പല കാരണങ്ങളാൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞങ്ങൾ ഈ നിമിഷം അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് അങ്ങ് ഞങ്ങൾക്ക് ഉടമ്പടി നിബന്ധനയായി നൽകിയ കൽപ്പന പാലിക്കാതെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കാതെ വീഴ്ചകൾ വന്നു പോയപ്പോൾ ആ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കൊല്ലരുതെന്ന കൽപ്പന വഴി മനുഷ്യജീവിതത്തിന്റെ മൂല്യത്തെയും സഹോദരരോട് ഞങ്ങൾക്കുണ്ടാകേണ്ട കരുണയെയും കുറിച്ച് ഞങ്ങളെ ഉടമ്പടി വഴിയായിട്ട് അറിയിച്ച ഈശോനാഥ, ഈ കൽപ്പനയ്ക്കെതിരായി വാക്കാലും പ്രവൃത്തിയാലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ അപരാധങ്ങളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി വചനത്തിനെതിരായി വാക്കാലും പ്രവൃത്തിയാലും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും അങ്ങ് പൊറുക്കണമേ എന്ന് അനുദപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. മോഷ്ടിക്കരുത് എന്ന 8-ാം ഉടമ്പടി കൽപ്പന വഴിയായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ചതിനെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കള്ളസാക്ഷ്യം നൽകരുത് എന്ന ഉടമ്പടി വചനത്തിലൂടെ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അങ്ങയെ പ്രതിയായിരിക്കണമെന്ന് ഞങ്ങളെ അനുസ്മരിപ്പിച്ച നാഥ, ഈ പ്രമാണം പാലിക്കാതെ പോയിട്ടുള്ള എല്ലാ നിമിഷങ്ങളെയും ഓർത്തുകൊണ്ട് മനസ്തപിച്ച് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യന്റെ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ദാമ്പത്യ വിശ്വസ്തതയെയും അതിൻ്റെ ഉടമ്പടിയെയും അരക്കിട്ടുറപ്പിച്ച നാഥ, ഞങ്ങളുടെ ദാമ്പത്തിക ബന്ധത്തിൽ അവിശ്വസ്തത പാലിച്ചു പോയിട്ട് നിമിഷങ്ങളെയും അതുവഴിയായിട്ട് വന്നിട്ടുള്ള കുടുംബത്തിലെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് മാപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുതാപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ഞങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ച് യഥാർത്ഥമായ ഉൾക്കാഴ്ച നൽകിയ നാഥ, ഈ ഉടമ്പടി വചനം പാലിക്കുന്നതിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ കുറവുകളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളെയും ഉടമ്പടി ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളെയും ഈ നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ കൃപയാകണമേ എന്നും കനിവ് തോന്നണമേ എന്നും
ഞങ്ങളുടെ പാപങ്ങളുടെ മേൽ അങ്ങയുടെ വലിയ കരുണ ഒഴുക്കണമേ എന്നും നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. നിത്യം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉഷകാല താരമേ, വാഗ്ദാന പേടകമേ, കൃപാവര മാതേ നിത്യം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉഷകാല താരമേ, വാഗ്ദാന പേടകമേ, കണ്ണീരോടണയുന്ന മാനവ മക്കൾക്കായി ഉടമ്പടി പ്രാർത്ഥനയാ അനുഗ്രഹമേകും അമ്മേ. ജീവിത വിശുദ്ധിയും കാരുണ്യപ്രവൃത്തിയും പ്രാർത്ഥന ജീവിതവും ഏകണേ സ്നേഹനാഥേ. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ മഹത്വം ദർശിക്കുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും രോഗങ്ങൾ കാരണമാകണമെന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ കൈവപ്പ് വഴി നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം അനുഭവിക്കുവാനായിട്ടുള്ള കൃപ നൽകണമെന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്ന് ഈശോ എന്ന സഹനദാസനെ കുറിച്ച് ഏഷ്യ നൽകിയ വെളിപാട് പോലെ കർത്താവ് നമ്മളോട് ചെയ്ത ഉടമ്പടി പ്രകാരമാണ് അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കുകയും ചെയ്തത്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്. അതുകൊണ്ട് തന്നെ യേശുവെന്ന ഏകരക്ഷകന്റെ ഉടമ്പടി പ്രകാരമുള്ള ഏറ്റവും വലിയ ദൗത്യം എന്നത് മനുഷ്യന്റെ പാപങ്ങളും രോഗങ്ങളും വഹിക്കുക എന്നുള്ളതാണ്. ആ ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ പാപമോചന, രോഗസൗഖ്യ, ദൈവമഹത്വ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള സൗഖ്യത്തിനും വിടുതലിനുമായി നമ്മെ തന്നെ സമർപ്പിക്കുന്നത്. ഈ നിമിഷം സൗഖ്യത്തിനായി പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഓരോ വിഷയങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ രോഗത്തിൻ്റെ അവസ്ഥകളും ജീവിതത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളും നമ്മളുടെ ബന്ധുജനങ്ങളുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നോ അവരുടെയൊക്കെ രോഗങ്ങളിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയ ശക്തി കടന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം ലഭിക്കുവാനായിട്ട് തിരുവള്ളമാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി കൃപാസന രോഗസൗഖ്യ ദൈവമഹത്വ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യേശു നാമശക്തിയാൽ സൗഖ്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹൃദയരോഗമുള്ളവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവർ, വാൽവ് ബ്ലോക്കുള്ളവർ, വാൽവ് ശോഷിച്ചവർ, വ്യത്യസ്തങ്ങളായ ഹൃദയരോഗമുള്ളവർ സുഖപ്പെട്ടുകൊണ്ട് ദൈവപിതാവെ യേശുനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കരൾ രോഗമുള്ളവരുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കരൾ രോഗമുള്ളവർ, കരൾ വികസിക്കുന്നവർ, മഹോദര രോഗമുള്ളവർ അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവെ ഈ നിമിഷം ദൈവനാമം
മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ശ്വാസകോശ രോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ശ്വാസകോശങ്ങളെ ന്യൂമോണിയ, ആസ്മ, ടൈഫോയിഡ്, കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങളാൽ ശ്വാസകോശം ബ്ലോക്ക് ആയിട്ടുള്ളവർ, ശ്വാസതടസ്സം അനുഭവിക്കുന്ന രോഗികൾ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ അവരുടെ ശ്വാസകോശങ്ങളെ ഈ നിമിഷം കഴുകി സുഖപ്പെടുത്തി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ശിരസ് സംബന്ധമായ രോഗങ്ങളുള്ളവർ സുഖപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ശിരസ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും ശിരസിൽ അങ്ങേ വിശുദ്ധമായിട്ടുള്ള വരതുകലം വെക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരത്തിൽ തലച്ചോറിൽ കേടുകളുള്ളവരുണ്ട്, അപസ്മാര രോഗികളുണ്ട്, ന്യൂറോ രോഗികളുണ്ട്, തല വലുതാകുന്ന കുഞ്ഞുങ്ങളുണ്ട്, നടക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, തല ഉറയ്ക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, സംസാരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, രോഗത്താൽ വിലപിക്കുന്ന മക്കളുണ്ട്, കണ്ണിന് കാഴ്ച കുറവുള്ളവരുണ്ട്, തലയോട്ടിക്ക് വേദന ഉള്ളവരുണ്ട്, ബലമില്ലാത്തവരുണ്ട്, വിട്ടുമാറാത്ത തലവേദന ഉള്ളവരുണ്ട്, മുടി കൊടിച്ചിലുള്ളവരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ശിരസിൽ അങ്ങയുടെ വിശുദ്ധ കരം വെച്ച് സൗഖ്യപ്പെടുത്തി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ഉദരരോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഉദരരോഗികൾ, വിശപ്പില്ലാത്തവർ, ദഹനക്കുറവുള്ളവർ, അൾസർ ഉള്ളവർ, അർസസ് രോഗികൾ, കൊടിൽ പുണ്ണുള്ളവർ, ഭക്ഷണം കഴിക്കുവാൻ പറ്റാത്തവർ, മറ്റ് രോഗങ്ങളാൽ ഉദരസംബന്ധമായ വേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരരിലും അങ്ങയുടെ വിശുദ്ധമായിട്ടുള്ള കരം വെച്ച് തിരുരക്തത്തിന്റെ അഭിഷേകത്തിൽ അവരെ സുഖപ്പെടുത്തി അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കർത്താവെ, എല്ലാ വാദരോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തവാദമുള്ളവർ, ആമവാദമുള്ളവർ, വാദം കൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നീര് കെട്ടിക്കിടക്കുന്നവർ, വാദപ്പൊട്ടുള്ളവർ, വേരിക്കോസിന്റെ അസുഖങ്ങളുള്ളവർ, എല്ലാവരിലും ദൈവികമായിട്ടുള്ള ശക്തി ആവസിക്കപ്പെടുവാനായിട്ട്, അങ്ങയുടെ വിശുദ്ധ കരം വെക്കപ്പെടുവാനായിട്ട്, തിരുരക്തത്തിന്റെ അഭിഷേകത്തിൽ അവർ സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കിഡ്നി രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കിഡ്നിയിൽ കല്ലുള്ളവർ, കിഡ്നി ചുരുങ്ങുന്നവർ, കിഡ്നി പ്രവർത്തിക്കാത്തവർ, അതിൻ്റെ പേരിൽ ശരീരത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവർ, പല പല ഭക്ഷണ പാനീയങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കാത്ത സഹോദരങ്ങൾ, വേദന അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും കണ്ണീരോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ കരം വെക്കപ്പെടുവാനും അങ്ങയുടെ തിരുരക്തം ഒഴുക്കുവാനും അങ്ങനെ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. അസ്ഥി രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അസ്ഥി ദ്രവിക്കുന്നവർ, അസ്ഥി ഉരുക്കമുള്ളവർ, അപകടത്തിൽ അസ്ഥി വിട്ടുപോയവർ, അസ്ഥിരോഗത്താൽ ആശുപത്രിയിൽ കിടക്കുന്നവർ, അസ്ഥി യോജിക്കാത്തവർ, തലയോട്ടിൽ പൊട്ടലുള്ളവർ, അസ്ഥി സർവാംഗം പൊട്ടിയിട്ടുള്ളവർ, കർത്താവെ, അവരുടെ തകർന്ന അസ്ഥികളെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ ഒട്ടിച്ചേർപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധമായ വലതുകരം നീട്ടി അവരെ സ്പർശിക്കണമേ എന്നും അങ്ങനെ അങ്ങയുടെ നാമത്താൽ അവർ ബലപ്പെട്ടവരായി തീരുവാൻ കൃപയാകണമേ എന്നും അങ്ങനെ അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കർത്താവെ, ഓട്ടിസം രോഗികളുടെ സൗഖ്യത്തിനായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. എത്രയോ മക്കളാണ് ഓരോ ദിവസവും കണ്ണീരോടുകൂടി അവരുടെ മാതാപിതാക്കളോടൊപ്പം ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. കർത്താവെ, നിന്റെ വിശുദ്ധമായ ആണിപ്പഴുതുള്ള വലതു കരത്താൽ ഈ കുഞ്ഞുങ്ങളുടെ ശിരസിൽ അങ്ങയുടെ കൈകൾ വയ്ക്കണമേ. അങ്ങനെ അവരുടെ രോഗങ്ങളിൽ ദൈവികമായിട്ടുള്ള സാന്നിധ്യം കടന്നു വരുവാനായിട്ട്, മാതാപിതാക്കളെ ശക്തിപ്പെടുത്തുവാനായിട്ട് തിരുവള്ളമാകണമേ എന്നും അങ്ങനെ സൗഖ്യത്തിന്റെ അനുഭവത്തിലൂടെ ഈ മക്കളെല്ലാവരും ദൈവനാമത്തെ മഹത്വപ്പെടുവാനായിട്ടും ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. എല്ലാ ഗർഭാശയ രോഗികളുടെയും സൗഖ്യത്തിനായി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഗർഭാശയ രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, ഗർഭാശയം ചുരുങ്ങിപ്പോയവർ, ഗർഭാശയത്തിന് കട്ടിയില്ലാത്തവർ,
ഗർഭാശയത്തിന് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് ഒരു വിധത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ശക്തിയുമില്ലാത്തവർ എല്ലാവരെയും ഈ നിമിഷം അങ്ങയുടെ അൾത്താരയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഒത്തിരിയേറെ സഹോദരങ്ങൾ ഒരു കുഞ്ഞെന്ന സ്വപ്നവുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവായ ദൈവമേ, ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ ഉടമ്പടി ആരാധനയിൽ ആരൊക്കെയാണോ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെയാണ് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ എന്നും അതുവഴിയായിട്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്നും ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. മൂത്രാശയ രോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മൂത്രത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, എരിച്ചിലുള്ളവർ, മൂത്രം പോകുവാൻ തടസ്സമുള്ളവർ, ശരീരത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവർ, മൂത്രം അറിയാതെ പോകുന്ന സഹോദരീ സഹോദരന്മാർ, കർത്താവെ, ഇവരെല്ലാവരെയും ഈ നിമിഷം അങ്ങയുടെ പരിശുദ്ധമായിട്ടുള്ള അൾത്താരയുടെ സാന്നിധ്യത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഇവരെ ശുശ്രൂഷിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള സമാധാനം ലഭിക്കുവാനായിട്ട്, രോഗസൗഖ്യം ലഭിക്കുവാനായിട്ട്, അങ്ങയുടെ വലത്തുകരം ഇവരുടെ ശിരസിൽ വയ്ക്കപ്പെടുവാനായിട്ട്, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ രോഗസൗഖ്യം ലഭിക്കുവാനായിട്ട്, അങ്ങനെ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ഈ നിമിഷം നമ്മൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ രോഗത്തിൻ്റെ അവസ്ഥയിൽ ആരൊക്കെയാണ് നമ്മൾ ഓർക്കുന്നത്, അവരെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും ശക്തിയും ഇടപെടലും തിരുരക്തത്തിൻ്റെ വലിയ അഭിഷേകവും ഇവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുവാനായിട്ടും, അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുന്ന രീതിയിൽ രോഗത്തിന് സൗഖ്യം ലഭിക്കുവാനായിട്ടും, ഉടമ്പടി എടുത്തവർ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകണമേ എന്ന് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന ജീവിത തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വിവാഹം ഒത്തുവരാത്തവരെ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കടന്നുപോയവർ, ഇപ്പോഴും ജീവിത പങ്കാളിയെ പ്രതീക്ഷിക്കുന്നവർ, അവരെ പ്രത്യേകം ഈ നൊവേനയിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള പണമോ ആരോഗ്യമോ വിവാഹത്തിന് വേണ്ട മറ്റ് ഒരുക്കങ്ങളോ ഇല്ലാത്ത എല്ലാ സഹോദരങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം ലഭിക്കുവാനായിട്ട്, ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ലഭിക്കുവാനായിട്ട് തിരുവള്ളമാകണമേ എന്നും അങ്ങനെ ദൈവനാമം മഹത്വപ്പെടട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കുട്ടികളില്ലാത്തവരും അതുമൂലം വിഷമിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തവർ, അതിനുവേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളെല്ലാം അനുവർത്തിച്ചിട്ടും കുഞ്ഞെന്ന സ്വപ്നം സാധ്യമാകാത്ത എല്ലാ സഹോദരങ്ങളുടെയും ജീവിതത്തിൽ, അവരുടെ വിവാഹ ബന്ധത്തിൽ വന്നിട്ടുള്ള വിള്ളലുകളിൽ, അവർ പരസ്പരമുള്ള എല്ലാ പ്രശ്നങ്ങളിലും, ഇതുമൂലമുണ്ടാകുന്ന തർക്കങ്ങളിലും തടസ്സങ്ങളിലും അപമാനങ്ങളിലും ദൈവികമായിട്ടുള്ള ശക്തി ആവസിക്കപ്പെടുവാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം സ്വീകരിക്കപ്പെടുവാനായിട്ട്, അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് തിരുവള്ളമാവണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ജോലിയില്ലാത്തവർക്കും ജോലി നഷ്ടപ്പെട്ടവർക്കും ജോലിക്കായി പരിശ്രമിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കുടുംബം പുലർത്തുവാൻ ഒരു മാർഗവുമില്ലാതെ സാമ്പത്തികമായിട്ടുള്ള കടങ്ങളും നിത്യച്ചിലവിന് പോലും വഴിയില്ലാത്ത, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പണമില്ലാത്ത, വീട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയാത്ത എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഈ നിമിഷം ഈ ഉടമ്പടി ആരാധനയിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നൊവേന പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവിടെ എല്ലാ ജീവിതങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ലഭിക്കുവാനായിട്ട്, ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്ന രീതിയിൽ ഇവരുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ അടയാളങ്ങൾ പ്രാപിക്കുവാനായിട്ട് ഇടയാക്കണമേ എന്നും ദൈവനാമം മഹത്വപ്പെടട്ടെ എന്നും ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും
വിവിധ പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ മക്കൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനും ദൈവം ആഗ്രഹിക്കുന്ന ദൈവനാമം മഹത്വപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാനായിട്ടും മാതാപിതാക്കളെയും മുതിർന്നവരെയും ഗുരുക്കന്മാരെയും അനുസരിക്കുവാനായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാനായിട്ടും അങ്ങനെ സ്വർഗത്തിൻ്റെ മക്കൾക്കടുത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളെ അനുഗ്രഹിക്കണമേ എന്നും അതുവഴിയായിട്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ എന്നും ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കർത്താവായ ദൈവമേ, പറമ്പ് വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, പറമ്പ് വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, സ്ഥലത്തിന് വഴി ലഭിക്കാത്ത സഹോദരങ്ങൾ, സ്ഥലത്തിൻ്റെ രേഖകൾ ശരിയല്ലാത്ത സഹോദരങ്ങൾ, പ്രമാണങ്ങൾ നഷ്ടപ്പെട്ടവർ, ഭാഗ ഉടമ്പടി നടക്കാത്തവർ, പറമ്പ് വാങ്ങിയിട്ട് വിറ്റുമാറാതെ വിഷമിക്കുന്ന സഹോദരങ്ങൾ, കർത്താവായ ദൈവമേ, ഈ നിമിഷം ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ട് ഏതെല്ലാം സഹോദരീ സഹോദരന്മാർ അവരുടെ സ്ഥലം എന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, അതിലെല്ലാം ദൈവികമായിട്ടുള്ള ശക്തി ആവസിക്കപ്പെടുവാനായിട്ട്, തീർപ്പ് കൽപ്പിക്കപ്പെടുവാനായിട്ട്, തിരുഹിതം മഹത്വപ്പെടുവാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ലഭിക്കുവാനായിട്ട് തിരുവള്ളമാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴിയായിട്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ആരാധനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, യാത്രാ തടസ്സങ്ങളിൽ, അതിനുശേഷം അവിടെ ചെന്ന മക്കൾക്ക് അവിടെ ഉണ്ടാകുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് കൂടെ നടന്ന് ഈശോയുടെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് അവരുടെ ജീവിതങ്ങൾ ഉയർത്തപ്പെടുവാനായിട്ട് തിരുവുള്ളമാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിസ തടസ്സമുള്ളവർ, അതുപോലെ തന്നെ വിസ പുതുക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പണം വേണമെന്ന വിഷമത്തോടുകൂടി ഓരോ ദിവസവും നീറിപ്പുകയുന്ന ഓരോ മക്കളെയും ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠനം കഴിഞ്ഞിട്ടും ഒരു ജോലിയാകാത്ത എല്ലാ മക്കളെയും ഞങ്ങൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഒത്തിരിയേറെ മാതാപിതാക്കന്മാർ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മക്കളെയെല്ലാം ഈ നൊവേന പ്രാർത്ഥനയിൽ ഈ ആരാധന സമയത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതങ്ങളിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ലഭിക്കട്ടെ, ദൈവികമായിട്ടുള്ള ഇടപെടലുണ്ടാവട്ടെ, അങ്ങനെ ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കർത്താവേ, ഉടമ്പടി എടുത്ത, ഉടമ്പടി പുതുക്കി ജീവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉടമ്പടി ജീവിതത്തിൽ വന്നു പോകുന്ന വീഴ്ചകളിലും കുറവുകളിലും പരിശുദ്ധാത്മ നിറവ് കടന്നു വരുവാനായിട്ട്, ഉടമ്പടി ജീവിതം സഭയുടെ ജീവിതമാണെന്ന തിരിച്ചറിവിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഉടമ്പടി എടുത്ത് ഈ ലോകത്തിൽ നിന്ന് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട എല്ലാ മക്കളെയും ഈ നിമിഷം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവരുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളിലും ദൈവികമായിട്ടുള്ള നിറവ് കടന്നു വരുവാനായിട്ട്, പരിശുദ്ധാത്മ ശക്തി കടന്നു വരുവാനായിട്ട്, സ്വർഗത്തിൻ്റെ വാതിൽ അവരുടെ മുൻപിൽ തുറക്കപ്പെടുവാനായിട്ട് തിരുവുള്ളമാവണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ആലയത്തിലേക്ക് ഒരിക്കലെങ്കിലും കടന്നു വന്ന് ആരൊക്കെ തങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടുകൂടി സമർപ്പിച്ച് കടന്നു പോയിട്ടുണ്ടോ, അവരുടെ എല്ലാവരുടെയും ജീവിത നിയോഗങ്ങളിൽ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുവാനായിട്ട് തിരുവുള്ളമാവണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവ തിരുനാമം മഹത്വപ്പെടുവാനും ഞങ്ങളുടെ ജീവിതങ്ങൾ സ്വർഗോന്മുഖമായിട്ട് തീരുവാനും അനുഗ്രഹം നൽകണമേ എന്നും ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ഒരു നിമിഷം ത്രിയേക ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ കരം ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടമ്പടി എന്ന വലിയ ബലത്തിൻ്റെ ആ ഒരു ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും, അൾത്താരിൽ പറയുവാനായിട്ട് വിട്ടുപോയിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും കടന്നു വരുന്ന ഓരോ നിയോഗങ്ങളെയും, കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള സഹോദരി സഹോദരന്മാരുടെ നിയോഗങ്ങളെ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരാധനയുടെ സമയം ഏറെ പ്രത്യേകമായിട്ട് കൃപാസന അൾത്താരയിൽ ആരാധന നടക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം പ്രകടമാണ്. അതുകൊണ്ടാണ് ഓരോ ഉടമ്പടി നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ശക്തി വെളിപ്പെട്ടുകൊണ്ട്
ദൈവികമായിട്ടുള്ള ആ സമയം സമാഗമമാകുവാനായിട്ട് പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതും. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൽ, ത്രിയേക ദൈവസന്നിധിയിൽ, പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളിലും, അൾത്താരയിൽ പറയുവാനായിട്ട് വിട്ടുപോയിട്ടുള്ള നിയോഗങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടെങ്കിൽ ഈ നിമിഷം ഓൺലൈനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരും അതോടൊപ്പം തന്നെ ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ആ നിയോഗങ്ങളെ ഈ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ നിയോഗങ്ങളെ എടുത്ത് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഈ നിമിഷം സമർപ്പിക്കും. അതുവഴിയായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം കാനായിൽ എപ്രകാരമാണോ ആ കുടുംബത്തിന് ലഭിച്ചത്, അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നിറവേറ്റപ്പെടും എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടി ഉടമ്പടി എന്ന വലിയ ശരണത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ മക്കളെ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളിലും ഈശോയുടെ വലിയ നിറവ് ലഭിക്കുവാനായിട്ട്, തീർപ്പ് കൽപ്പിക്കപ്പെടുവാനായിട്ട് തിരുവുള്ളമാവണം. ജഗൈർനമേ കൃപാസനത്തിനായി ശുശ്രൂഷയും ആനന്ദമേറുന്ന വാഗ്ദാനമേടണമേ. ഭാരതാൽ കീഴ്നോക്ക ആശ്രയമെന്നു സഞ്ചരിച്ചെന്നും സൗഖ്യം പകരുന്ന സമയത്തിൻ്റെയമേ. ത്രിത്വത്തിന്റിയമേറുന്ന സ്വർഗ്ഗത്തിൻ സമ്മാനമേ. ഏവർക്കും അമ്മയായ നിത്യവും വാഴുന്ന വാഗ്ദാനമേടണമേ. നീലയൈക്കൊള്ളിൽ നിത്യവും കാത്തിടുന്ന നീതിമാനായ യൗസേപ്പിതാവിന്റെ പ്രിയമേറുന്ന ജഗനീറുന്നമേ കൃപാസനത്തിനായി ശുശ്രൂഷയും ആനന്ദമേകുന്ന വാഗ്ദാനമേടണമേ. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സ്വരം അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, വചനം കേട്ട് അത് പാലിക്കുന്നവരിലൂടെ, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ എന്നും കുടികൊള്ളുവാൻ തിരുമനസ്സാകണമേ. നാരകീയ തിന്മകളുമായുള്ള പോരാട്ടത്തിൽ ദൈവകൽപ്പനകൾ പാലിച്ച് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിച്ച് നിത്യം പോരാടുവാൻ ഞങ്ങളെ ശാക്തീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്താൽ കാനായിലെ വിവാഹ വീട്ടിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന ഉടമ്പടി വചനത്താൽ ആ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിനോട് ഞങ്ങളുടെ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ തിരുമനസ്സാകണമേ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വഴിയും വാതിലും ലോകത്തിന് കാനായിൽ നടന്ന അത്ഭുതത്തിലൂടെ കാണിച്ചു കൊടുത്തമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ വിഷമ ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് എപ്പോഴും പ്രവർത്തന നിരതനായ പിതാവിൻ്റെ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ തിരുമനസ്സാകണമേ. ലൂക്ക 8:21 അരൂപിയിൽ ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് സുവിശേഷ സാക്ഷ്യമായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ തിരുവുള്ളമാകണമേ. സാക്ഷ്യ ജീവിതത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും മിഷൻ പ്രവർത്തനങ്ങളിലൂടെയും വിശ്വാസം മറ്റുള്ളവരുടെ മുന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ട്
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ത്രിയേക ദൈവത്തെ ഞങ്ങളുടെ ജീവിത വിഷമതകളിലേക്ക് ഇടപെടുത്തുവാൻ കനിവുണ്ടാകണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യവൈദ്യനായ ഈശോയെ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥകളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി തിരുമുൻപിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ രാജ്ഞിയായി വാഴണമേ. പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. മറിച്ചാണ് ദൈവഹിതമെങ്കിൽ അവ സഹനങ്ങളെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുവാനായിട്ടുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വാഗ്ദാന പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദ നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ നിമിഷം നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന വലിയ പ്രാർത്ഥനയോടുകൂടി, പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം നമുക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഉള്ളിൻ്റെ ഉള്ളിൽ ഉയരുന്ന എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ നിയോഗങ്ങളെയും തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവികാരൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളിലും ദൈവികമായിട്ട് തീർപ്പ് കൽപ്പിക്കപ്പെടും എന്നുള്ളതിലൊരു സംശയവുമില്ല. മറിച്ചാണ് ദൈവഹിതമെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ടുള്ള അനുഗ്രഹം ദൈവപിതാവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പുത്രന്റെ സഹനത്തോട്, കുരിശിനോട് ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വെക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, അത് സന്തോഷത്തോടെ സഹിക്കുവാനായിട്ടുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ എല്ലാവരെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. തുല്യം ആരുമില്ലേ അങ്ങേപോലെ യേശുവേ, തുല്യം ആരുമില്ലേ അങ്ങേപോലെ യേശുവേ, ജീവനേ സ്വന്തമേ ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ